ഹലോ ഗൈസ്, ഞാൻ രാവിലെ തന്നെ ചിരിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതല്ലേ? വേറെ എങ്ങോട്ടോ അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീ ദേവർക്കുറ്റി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. എന്താണെന്നല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഒരു കെട്ടുന്നറ അവിടെ നടക്കുന്നുണ്ട്. അതെ, ഇത് ശബരിമലയ്ക്ക് പോവാണ്, വേറെ ആരുമല്ല, എൻ്റെ പാപ്പൻ്റെ മോന്, അതായത് എൻ്റെ ഏട്ടൻ തന്നെ മലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കെട്ടുന്നറയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുപ്പത് പേരാട്ടോ ഇന്ന് മലയ്ക്ക് പോകുന്നുണ്ട് ഏട്ടൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതായിട്ടൊന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിസ്വാമി ഗുരുസ്വാമിയാണ് നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നേട്ടൻ അവിടെ നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരും ശരണം വിളിച്ചുകൊണ്ട് നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് കെട്ടിൽ അരി ഇടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കെട്ടിൽ അരി ഇടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരി ഇടാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരി ഇടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയുള്ള ആൾക്കാരിലൊക്കെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോയേണ്ട കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് അവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. കഴിഞ്ഞതിന് ശേഷം ഞാനും വാങ്ങിച്ച് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നു. അപ്പോൾ ഞാനും അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനത് കഴിച്ചതിന് ശേഷം അവിടെ വന്ന് പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ മലയ്ക്ക് പോകുന്ന ഒരു ഏട്ടൻ്റെ കെട്ടുന്നറയാണ് കേട്ടോ. അത് അവസാനത്തെ കെട്ടുന്നറയായിരുന്നു. അവസാനമായിട്ട് നടന്ന കെട്ടുന്നറയാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടന് ദക്ഷിണ കൊടുക്കാനായിട്ട് ചെന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ മുന്നേ ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അതാണ് നിങ്ങളിവിടെ കണ്ടത് കേട്ടോ. ഈ അവിടെ കാണിക്കുന്നത് സ്വാമിമാരുടെ കെട്ടുകളാണ് കേട്ടോ. അത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇനി അവരോടൊക്കെ യാത്ര ഞാനും അച്ഛനും വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.